ഹലോ ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമ്മളിന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി മലയാറ്റൂർ കാർണിവലിൽ പോകാട്ടോ. വാ, ഞാൻ പോവാട്ടോ. എന്നെ നോക്കിയിരിക്കേണ്ട, ചോറിന് കിടന്നോട്ടോ, തല്ലുപിടിക്കാണ്ടിരുന്നോട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി അങ്കമാലി സൈഡിൽ നിന്ന് നടുവട്ടം കൂടി പോകുന്നതാണ് എളുപ്പം. പക്ഷേ പോലീസുകാർ നടുവട്ടം വഴി ബ്ലോക്ക് ചെയ്തൊക്കെ ആയിരുന്നു എല്ലാവരും നീലീശ്വരം വഴിയാണ് കടത്തി വിട്ടത്. കാലിൽ വരുമ്പോൾ അങ്കമാലി എല്ലാ സൈഡിൽ നിന്നുള്ള ആൾക്കാർ ഈ വഴി വന്നുകൊണ്ട് തന്നെ മുട്ടും ബ്ലോക്കായി. അങ്ങനെ നമ്മൾ എത്തിയത് 9:15 ഇപ്പം 8:30 എത്തേണ്ടത് തന്നെ ബ്ലോക്ക്. കാരണം നമ്മൾ 9:15 ഇപ്പം മലയാറ്റൂർ എത്തിയത് നമുക്ക് അവിടെ കാണാം. അങ്ങനെ നമ്മൾ പരിപാടി നടക്കുന്ന അടിവാര സ്ഥലത്തേക്ക് എത്തി. ഇവിടെ നല്ല കാല് കുത്താൻ പറ്റാത്ത തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കയറാനായിട്ട് ഇവിടെ ഇഷ്ടം മാതിരി റൈഡുകളാണുള്ളത്. പൈസയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ എല്ലാത്തിനും കയറി ഇറങ്ങി എൻജോയ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നക്ഷത്ര തടാകം. 110 ഏക്കറോളം വരുന്ന മണപ്പാട്ട് ചിറ എന്ന് പറയുന്ന തടാകത്തിന് ചുറ്റും 11,000-ഓളം വരുന്ന നക്ഷത്രങ്ങളാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. ഓരോ കൊല്ലം റെക്കോർഡ് നക്ഷത്രങ്ങളാണ് ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണിത്. അതുകൊണ്ട് ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് മലയാറ്റൂർ. കൊച്ചിൻ കാർണിവലിൽ നിന്നും ആരും പറയാൻ നിൽക്കരുത്. കാരണം ഇവിടെ വന്നവർക്കറിയാം മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനടുത്തുള്ള ഇവിടുത്തെ ഈ രാത്രിയിലെ ക്ലൈമറ്റും ഈ അറേഞ്ച്മെൻറ്റ്സൊക്കെ കൂടി ഒരേ വൈബാണ്. പിന്നെ നമ്മൾ കുറച്ച് കൂട്ടുകാരെ കണ്ടു. പറവൂർ സൈഡിൽ നിന്ന് വരെ എൻ്റെ കോളേജിലെ പിള്ളേരോട് വന്നിട്ടുണ്ട്. ഞങ്ങളവിടെ കുറച്ച് ബജിയും സോഡയൊക്കെ കഴിച്ച് അങ്ങനെ നിന്ന്. അങ്ങനെ 10 മണി കഴിഞ്ഞപ്പോഴേക്കും DJ സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഇനിയാണ് മോനെ ശരിക്കുള്ള പൂരം തുടങ്ങാൻ പോണത്. എല്ലാവരും ഫുൾ ഓൺ ആയിട്ടായിരുന്നു. തുള്ളരും പിള്ളേരും വലിയവരടക്കം എല്ലാവരും ഉണ്ടായിരുന്നു. നേരെ നിൽക്കാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു DJക്ക്. പിന്നെ എടുത്തു പറയേണ്ടതായിരുന്നു ഇവരുടെ ബാൻഡ്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇവർ. ഇന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലത്തെ ആ ഒരു വൈബാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇനി ഒരു കൊല്ലം കാത്തിരിക്കണം. DJയുടെ കൂടെ ഇവരുടെ ബാൻഡും കൂടി ആയപ്പോൾ കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത തന്നെ എനർജി ആയിരുന്നു കേട്ടോ. അങ്ങനെ DJയുടെ ആവേശം കൊട്ടിക്കയറിയപ്പോൾ നിൽക്കാൻ പറ്റാത്ത ഒന്നും തള്ളായി. പിന്നെ ഞങ്ങൾ കുറച്ച് സൈഡിലേക്ക് മാറി മോളിൽ കയറി നിന്ന് പരിപാടി കണ്ടു. കാരണം അമ്മാതിരി തിരക്കായിരുന്നു. അവിടെ നിന്ന് അതിനെ ഈട്ടി കിട്ടുന്നത് ഉറപ്പാണ്. അതിൻ്റെ ഇടയിൽ നിന്നിട്ട് എൻ്റെ കാലും പൊട്ടി ചെരുപ്പും പോയി. ഒരുമാതിരി കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സൈഡിലൂടെ മോളിൽ കയറി നിന്നത് ലാസ്റ്റ്. ഇത്തവണ അമ്മ അതിൽ തിരക്കായിരുന്നു. വഴിയിൽ നിൽക്കാൻ പറ്റണ്ടായില്ല. ഒന്നും തള്ളരുത്. നിലത്ത് വീഴാണ്ട് നോക്കണം നമ്മുടെ ഭാഗ്യം. പോലീസുകാർ ഒരുപാട് ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല. നല്ല തിരക്കായിരുന്നു. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മളൊരു 11:30 ആയപ്പോഴേക്കും DJ നടക്കുന്നതിൻ്റെ പുറകിലുള്ള പപ്പാനിയെ കത്തിക്കുന്ന ഗ്രൗണ്ടിലേക്ക് വിട്ടു. 65 അടിയോളം വലിപ്പമുള്ള ഗിറ്റാറും പിടിച്ച് നിൽക്കുന്ന ഒരു ഫ്രീക്കൻ പപ്പാനിയാണ് ഇത്തവണ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും നേരത്തെ തന്നെ വന്ന് ഇവിടെ സ്ഥലം പിടിച്ച് നിൽക്കുകയാണ്. ഫോണൊക്കെ പിടിച്ച് അവർ ആ മൊമെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ കൃത്യം 12 മണിക്ക് പപ്പാനിക്ക് തീയും കൊളുത്തി. അത് കഴിഞ്ഞിട്ട് DJ പരിപാടി കണ്ടിന്യൂ ചെയ്യണ്ടെങ്കിലും എല്ലാവരും പയ്യെ സ്കൂട്ടാവാൻ തുടങ്ങി. പക്ഷെ വൻ തിരക്കായിരുന്നു ആ സമയത്ത്. ഒന്നും തള്ളിയിട്ട് ശ്വാസം പോലും കിട്ടണ്ടായില്ല. ഈ തിരക്കിനിടയിൽ താഴെ വീഴാണ്ട് നോക്കണമെന്നു. അതിനിടയ്ക്ക് പോലീസും ആംബുലൻസും ചേർന്ന് കുറേ പേരെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലായിരിക്കും. പിന്നെ അവിടുത്തെ തിരക്ക് കഴിയുന്ന 1 മണിക്കൂറോളം നമ്മളോട് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് കിട്ടും. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.